Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുവെന്ന് എ വിജയരാഘവൻ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയത് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് വാർത്താസമ്മേളനത്തിലൂടെ മറുപടി നൽകുകയായിരുന്നു എ വിജയരാഘവൻ. അസംതൃപ്തരുടെ കൂട്ടായ്മയായി കോൺഗ്രസ് മാറി. മുനയൊടിഞ്ഞ പ്രസ്താവനകളാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും എടുത്തു പ്രയോഗിക്കുന്നത്. മലപ്പുറം ജില്ലയെപ്പറ്റി വി ഡി സതീശന് ഒന്നും അറിയില്ല. ജില്ലാ രൂപീകരണത്തെ എതിർത്ത് സമരം നയിച്ചത് ആര്യടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരായിരുന്നു. ജാതിമതഭേദമന്യേ നാടിന്റെ വികസനത്തിനാണ് EMS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മലപ്പുറം ജില്ല രൂപീകരിച്ചത്. PV അൻവറിനെ പറഞ്ഞു പറ്റിച്ച് പുറത്തു കൊണ്ടുപോയത് UDF ആണ്. അൻവറിനെ UDF വേദികളിലേക്ക് എത്തിക്കാൻ അവിടെ നേതാക്കളുടെ തിരക്കായിരുന്നു. ദേശീയപാതയിൽ ചില വിള്ളലുകൾ വന്നപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് ആഘോഷമാക്കുകയാണ്. ദേശീയപാതയിൽ ഏറെ പിന്നിൽ നിന്നിരുന്ന കേരളത്തെ മുൻനിരയിലെത്തിച്ചത് LDF സർക്കാരാണ്. ഒരു സംസ്ഥാനത്തും ദേശീയപാതയുടെ നിർമ്മാണം ഇത്ര വേഗത്തിൽ നടന്നിട്ടില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. കേരളത്തിലെ ഈ ദേശീയപാത പ്രവർത്തനം നടക്കുമ്പോൾ ഇത്രയും വേഗത്തിൽ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇത്ര നല്ലൊരു ഇൻവോൾവ്മെന്റ്, ഇടപെടൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് മുൻകൈ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? സംസ്ഥാന ഗവൺമെന്റ് പണം തരാതെ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സന്നദ്ധത വേറെ ഏതെങ്കിലും ഇന്ത്യ സംസ്ഥാനത്തുണ്ടായോ? നല്ല നിലയിൽ ഇടപെടുമ്പോ വേഗത്തിലാക്കാനും പരിശ്രമം നടത്തും, സഹായിക്കും. അതിന് ഫെസിലിറ്റേറ്ററാണ് സംസ്ഥാന ഗവൺമെന്റ്. ആ പ്രവർത്തനം ഭംഗിയായി നടത്തി, അതിന്റെ പൂർത്തീകരണം നടക്കുകയാണ്. എന്തോ അത് വന്നാൽ അത് വരാൻ പാടില്ല എന്ന നിലപാടാണ്. അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല. അതിന്റെ ആ നിലയിൽ കേരള സംസ്ഥാനത്തിന്റെ വികസനത്തിനും മുന്നേറ്റത്തിനും ഇപ്പോഴുണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ ഗുണപരമായ പരിവർത്തനത്തിനും എതിരാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരള ജനതയ്ക്കെതിരാണ് എന്നുള്ളതാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്കും ഭാവിക്കുമെതിരാണ്. നാളെ മികച്ച കേരളം ഈ ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്നവർ കേരളത്തിനോടാണ്, കേരളത്തിന്റെ ജനങ്ങളോടാണ്, അടുത്ത തലമുറയോടാണ് മോശമായി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടോളണം. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കേരള വിരുദ്ധമാണ്, കേരളത്തിലെ ജനങ്ങൾക്കെതിരാണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ആ നിലയിൽ നമ്മൾ കാണേണ്ടതാണ്. ആ സ്ഥാനത്തിന്റെ മഹത്വം ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചിലപ്പോ കോൺഗ്രസില് പേരിന് സതീശൻ പ്രതിപക്ഷ നേതാവും ഒന്നിലേറെ പ്രതിപക്ഷ നേതാക്കന്മാരായ ഒരു അരഡസന ആളുകളും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സംബന്ധിച്ച എന്തെങ്കിലും പരിമിതിയാണോ എന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷേ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോ ഗവൺമെന്റിനെ വിമർശിക്കാൻ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളത് കൊണ്ട് അത് നാട്ടുകാർ അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ പറഞ്ഞ എല്ലാ കാര്യവും ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നിനും ഞാൻ മറുപടി പറയുന്നില്ല. മറുപടി പറയാൻ അറിയാത്തോണ്ടല്ല, അത് പിന്നെ പ്രതിപക്ഷ നേതാവ് നടത്തിയ എല്ലാ പരാമർശങ്ങളും സദുദ്ദേശപരമല്ല എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഗവൺമെന്റ് സാധാരണ മനുഷ്യനോടാണ് ഈ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത. എല്ലാ കാലത്തും അതിനെ കാണിച്ചിട്ടുള്ളത്, എല്ലാ ഇടതുപക്ഷ ഗവൺമെന്റും അതിനെ കാണിച്ചിട്ടുള്ളത്. ഭൂബന്ധങ്ങളെ സമഗ്രമായി മാറ്റിയില്ലേ? ഇടതുപക്ഷല്ലേ? സതീശന്റെ മുൻമുറക്കാർ ഏറ്റവും ശക്തമായിട്ട് തകർക്കാൻ ശ്രമിച്ചാണ്. ചരിത്രം അവിടെ കിടക്കണില്ലേ? മിച്ചഭൂമി തിരിമറികൾക്ക് കൂട്ടുന്നതല്ലേ? അവിടെ കിടക്കുന്നില്ലേ? അപ്പൊ നല്ല കാര്യങ്ങൾ എല്ലാ കാലത്തും തീർത്തു പോകുന്നതാണ്. പക്ഷെ ഇടതുപക്ഷമല്ല, എല്ലാ ഗവൺമെന്റ് വരുമ്പോഴും ഭൂപരിഷ്കരണം, മിച്ചഭൂമി വിതരണം, കൃഷിക്കാർക്ക് അവര് കൃഷി ചെയ്യുന്ന ഭൂമി ഇതിങ്ങനെ കൊടുത്തു പോന്നു. വളർച്ചയുണ്ടായി. അതിന്റെ തുടർച്ചയിലാണ് പുതിയ ഗവൺമെന്റ്. നമ്മളാണ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മളാണ് എല്ലാവർക്കും വീട് കൊടുക്കാമെന്ന് പറയുന്നത്. നല്ല കാര്യമില്ലേ? എല്ലാവർക്കും വീട് കൊടുക്കുമ്പോൾ ഒരാൾക്ക് കിട്ടിയില്ല എന്നാണ് ഇവര് പറയാം. 4.5 ലക്ഷം പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടിയില്ല എന്നാണ് പ്രചരിപ്പിക്കുക. അതാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ ചെയ്യുന്നത്. ആ പ്രവർത്തനം അത് നടത്തുകയാണ്. നല്ല കാര്യങ്ങളെ നല്ല കാര്യമായി പറയാൻ കഴിയാതിരിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. അത് നമ്മൾ കണ്ടുപോകണം. അപ്പൊ ഗവൺമെന്റ് നടത്തുന്നത് സാധാരണക്കാരെ സഹായിക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കുറെ സഹായങ്ങളുണ്ട്. കുറെ പ്രൊജക്ടുകൾ പകുതി കേന്ദ്രം പണം തരേണ്ടതാണ്. അപ്പൊ കേരളം പൈസ കൊടുത്തു, കേന്ദ്രം തരാനുള്ള പകുതി തരുന്നില്ല. കുടുങ്ങിയില്ലേ?
എത്ര പദ്ധതികളാ, എത്ര ആയിരം കോടിയാ? നമ്മൾ അഡ്വാൻസ് ചെയ്ത പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ തരുന്നില്ലല്ലോ. നേരത്തിന് കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞു. നേരത്തിന് കൊടുക്കാതിരുന്ന കൊടുത്ത പൈസ ഇല്ലാണ്ടാവോ? കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സ്വരൂപിച്ചു വെച്ച പണം കൊണ്ടാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. മുൻപും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് UDF വില കുറഞ്ഞ രാഷ്ട്രീയമാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വർഗീയതയെക്കുറിച്ച് പറയാൻ കോൺഗ്രസിന് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? നിലമ്പൂരിൽ CPM BJP സൌഹൃദമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന അവ്യക്തതയോടെ തള്ളുകയാണ്. ഇരിക്കുന്ന കസേരയ്ക്ക് പോലും വില കൽപ്പിക്കാതെ തരം താഴ്ന്ന പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. താൻ ഓരോ സമയത്ത് നടത്തിയ പ്രസംഗങ്ങൾ പാർട്ടി നയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.